മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു കോടതി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയാണ് എതിരെയുള്ള ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, മാത്യു കുഴൽനാടൻ പുതിയ തെളിവുകൾ എന്ന് പറഞ്ഞ് ചില രേഖകൾ പുറത്തുവിടുകയും അതിനെ തുടർന്ന് നൽകിയ കേസുമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ. ആ കേസ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? മാസപ്പടി കേസിൽ ഇപ്പോൾ അന്വേഷണമില്ല, ആവശ്യമില്ല എന്ന നിലപാടിലാണ് കോടതി എത്തിയത്. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അത് എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഉണ്ടാകും. ഷഫീദ്, പറയൂ. ഗോപികൃഷ്ണൻ, നമുക്കറിയാവുന്ന പോലെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിട്ടുള്ളത്. ഈ ഹർജിയിൽ ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. മാത്രമല്ല, ആദ്യം തന്നെ ഇക്കാര്യത്തിൽ വിജിലൻസ് നിലപാടെടുത്തത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിനുള്ള സാധ്യത ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ CMRL അതേപോലെ തന്നെ KREML അടക്കമുള്ള ആളുകളുടെ അനധികൃത ഇടപാടിന് മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ ചില രേഖകൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് കോടതി അതിൽ അന്വേഷണം നടത്താൻ ഉള്ള സാധ്യതയില്ല, മാത്രവുമല്ല ലഭിച്ച രേഖകൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ അനധികൃത ഇടപാടോ അഴിമതിയോ നടന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ഹർജി കോടതി തള്ളിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വഴിവെച്ച അല്ലെങ്കിൽ ഒരു വിവാദമായിരുന്നു ഈ മാസപ്പടി വിവാദം എന്ന് പറയുന്നത്. അതിൽ മാത്യു കുഴൽനാടൻ കോടതിയിൽ പോയ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമില്ല, കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതി എന്നായിരുന്നു. പിന്നീട് അക്കാര്യത്തിലെ നിലപാട് മാത്യു കുഴൽനാടൻ മാറ്റിയത് കോടതിയിൽ നിന്ന് വിമർശനത്തിന് വഴിവെച്ചിരുന്നു. പിന്നീട് അദ്ദേഹം വിജിലൻസ് അന്വേഷിച്ചാലും മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ 5 രേഖകളാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയതിൽ മാത്യു പറഞ്ഞ കാര്യം ഈ കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, അനുമതി നൽകണമെന്ന് പറഞ്ഞ KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ഇതടക്കമുള്ള രേഖകൾ താൻ ഹാജരാക്കി എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ തന്നെ വ്യക്തമാക്കിയ കാര്യം. എന്നാൽ ഈ രേഖകൾ പരിശോധിച്ച കോടതി നേരിട്ട് മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഈ ഇടപാടിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മകളോ അനധികൃത ഇടപാട് നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാത്യു കുഴൽനാടന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിട്ടുള്ളത്. ആയിരുന്നല്ലോ വിജിലൻസിന്റെ വാദവും. കാരണം സർക്കാർ ഈ രേഖകളൊന്നും പരിശോധിച്ച സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ച വാദവും. ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മുൻപത്തെ തവണ കോടതിയിൽ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ സർക്കാർ യോഗങ്ങളുടെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ വിജിലൻസ് അക്കാര്യത്തിലെടുത്ത നിലപാട് സർക്കാർ യോഗങ്ങളുടെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ CMRL കമ്പനിക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകി അത് ലഭിച്ചു എന്നുറപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് വിജിലൻസ് നിലപാടെടുക്കുകയും വിജിലൻസ് ഈ മാത്യു കുഴൽനാടൻ നൽകിയ രേഖയെ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റു ചില റവന്യൂ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനുമതി നീട്ടിക്കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതും കോടതി വിശദമായി പരിഗണിച്ചു. അങ്ങനെ മുഴുവൻ രേഖകളും പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി ഷഫീദ്, ഈ കേസിൽ ചില പുതിയ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദം മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു. കാരണം ഈ ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം കമ്പനിക്ക് നൽകി, അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകി, ഇതായിരുന്നല്ലോ കേസ്. അപ്പോൾ ഇതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഹാജരാക്കപ്പെട്ട തെളിവുകളൊന്നും തന്നെ സർക്കാർ വഴിവിട്ട നിലയിൽ ഇടപെട്ടു എന്നതിന് രേഖകളാകുന്നില്ല എന്ന കണ്ടെത്തലാണോ കോടതി നടത്തിയിരിക്കുന്നത്? ആദ്യഘട്ടം മുതൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകി? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, CMRLനും അതേപോലെ തന്നെ KREMLനും അടക്കം ഏതെങ്കിലും തരത്തിൽ അനുമതി നൽകാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി
എന്ന് ഡയറക്ട്ലി പ്രൂവ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ടോ? ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഒരു ചോദ്യമായി കോടതി ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ട് പോലെ 5 പ്രധാന രേഖകൾ ഹാജരാക്കി. അത് കഴിഞ്ഞ തവണ ഹാജരാക്കിയിരുന്നു. അതിൽ മാത്യു കുഴൽനാടൻ ആരോപിച്ചത് ഇതൊക്കെ മുഖ്യമന്ത്രിക്കും മകൾക്കും CMRലുമായി ഉണ്ടായ ഇടപാടുകൾ അല്ലെങ്കിൽ അവർക്ക് നൽകിയ സഹായങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച കോടതി മതിയായി അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യമാണ് കോടതി കൃത്യമായി പരിഗണിച്ചതെന്ന് മനസ്സിലാക്കാൻ ഉത്തരവിന്റെ വിധിപ്പകർപ്പ് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ KREML, CMRL, അതേപോലെ തന്നെ മുഖ്യമന്ത്രി, സർക്കാർ, അതിൽ ഏറ്റവും പ്രധാനമായി വ്യവസായ വകുപ്പ്, ഇതിൽ 3 പേരും അത് ഈ ജിയോളജി ഡയറക്ടറുടെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇടപെടൽ നടത്തിയെന്നുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം നേരത്തെ തന്നെ വിജിലൻസ് കോടതിയിൽ ഖണ്ഡിച്ചതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അത് പൂർണ്ണ അർത്ഥത്തിൽ തെളിയിക്കാൻ മാത്യു കുഴൽനാടൻ ആയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, CMRലിന് അവിഹിതമായ സഹായം നൽകി സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന രേഖകൾ ആവശ്യപ്പെടണം എന്ന രേഖകൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സത്യമാണെന്ന് കാണിക്കാൻ ആവശ്യമായ രേഖകൾ വേണം എന്ന് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം രേഖകൾ ഇല്ല, അങ്ങനെ അത് സാധൂകരിക്കുന്ന രേഖകളില്ല, അത് തെളിയിക്കുന്ന രേഖകളില്ല എന്ന് കണ്ടെത്തിയാണ് ഈ കേസ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കണം എന്ന് മാത്യു കുഴൽനാടനോട് നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഹാജരാക്കപ്പെട്ട രേഖകളിലൂടെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഇടപെട്ടു എന്ന് കണ്ടെത്താനാകുന്നില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഇതിനെ തുടർന്നാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിലൂടെ പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പണം ലഭിച്ചിട്ടുണ്ട് എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയാണ് മാത്യു കുഴൽനാടൻ MLA സ്വകാര്യ ഹർജി നൽകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ, CMRL ഉടമ SN ശശിധരൻ കർത്ത തുടങ്ങി എന്നടങ്ങുന്ന 7 പേർക്കെതിരെ എന്നിവരായിരുന്നു കേസിലെ എതിർകക്ഷികൾ. ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം ആവശ്യമില്ല, വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, സ്വാഭാവികമായും ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകുന്ന സ്വകാര്യ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ ആ രേഖകൾ അതിനെ സാധൂകരിക്കുന്നുണ്ടോ, ഈ ആരോപണത്തെ എന്നത് പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ അത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുക. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ മാത്യു കുഴൽനാടൻ നിരന്തരം ഈ രേഖകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ രേഖകൾ ഉന്നയിച്ച് ഈ ആരോപണം ശരിവെക്കുന്നതാണ് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും നിയമപരമായി, അതായത് കോടതിയുടെ കണ്ണിൽ അതൊന്നും രേഖകളായി പരിഗണിക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഇടപെട്ടു എന്നതിന് ഇതൊന്നും തെളിവുകളാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലൂടെയല്ലേ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുന്നത്? ഉറപ്പായും. കാരണം ഈ കേസ് കോടതിയിൽ, ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചപ്പോൾ തന്നെ കോടതി ഉന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് അടിസ്ഥാനത്തിലാണ്, വാട്ട് ഫോർ വാട്ട് ഗ്രൗണ്ട് എന്നുള്ളൊരു ചോദ്യം മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി അന്നേ ചോദിച്ചതാണ്. മാത്രവുമല്ല, അക്കാര്യത്തിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ആദ്യം വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായി സർക്കാർ സംവിധാനങ്ങൾ CMRLന് അനധികൃത ഇടപാടുകൾക്ക് വഴിവിട്ട സഹായം ചെയ്തു, അതിന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ ഈ ആരോപിക്കുന്നത് പോലെ തന്നെ പണം വാങ്ങി, ഇതിന് മതിയായ തെളിവുകളോ അതല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന വസ്തുതകളോ ഇല്ല എന്നുള്ളതായിരുന്നു വിജിലൻസ് ഇക്കാര്യത്തിൽ കോടതിയിൽ എടുത്ത നിലപാട്. അതിനുശേഷമാണ് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ഉയർന്നത്. ആദ്യഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത് CMRLന് അതുവഴി KREMLനടക്കം ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു, അതിന് പ്രതിഫലമായി മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി, അത് വിവാദമായി ഉയർന്നു. അതിനും അപ്പുറത്തേക്ക് സർക്കാർ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന് കീഴിലെ ചില സംവിധാനങ്ങളെ ഉപയോഗിച്ചും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടും ഇക്കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം അത് കോടതിയിൽ വിജിലൻസ് ചലഞ്ച് ചെയ്യപ്പെട്ടു, പ്രോസിക്യൂഷൻ ചലഞ്ച് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം റവന്യൂ രേഖകളുടെ അടക്കം റവന്യൂ യോഗങ്ങളുടെ അടക്കം മിനിറ്റ്സ് ആണ് ഹാജരാക്കിയത്. എന്നാൽ അന്ന് വിജിലൻസ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് സർക്കാർ യോഗങ്ങളുടെ മിനിറ്റ്സ്, അതിന് ഏത് തരത്തിൽ ഇതിനെ കണക്ട് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനം നടപ്പാക്കിയോ, അങ്ങനെ നടപ്പാക്കിയെങ്കിൽ അതെങ്ങനെ മുഖ്യമന്ത്രിയും മകളും ഈ വഴിവിട്ട സഹായം ചെയ്തതാകും എന്നുള്ള മറുചോദ്യം വിജിലൻസ് ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ്
5 പുതിയ രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 3 ദിവസത്തിന് മുൻപ് കോടതിയിൽ ഹാജരാക്കിയത്. അന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചത് അദ്ദേഹം ഹാജരാക്കിയിട്ടുള്ള രേഖകൾ ഇവയൊക്കെയാണ്. അതിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ, ഗോപികൃഷ്ണൻ എണ്ണി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാത്യു ഇതൊക്കെയായിരുന്നു: കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന നിർദ്ദേശിച്ച ഉത്തരവ്. അത് ഏതെങ്കിലും തരത്തിൽ ഡയറക്ട്ലി ഇൻമേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തി, അല്ലെങ്കിൽ കോടതി നിരീക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, അനുമതി നൽകണമെന്ന് പറഞ്ഞ് KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ, ഈ 5 രേഖകളും ഏതെങ്കിലും തരത്തിൽ ഹർജിയിൽ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് അന്വേഷണം ആവശ്യപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം, അഴിമതി നിയമങ്ങളുടെ പരിധിയിൽ വന്നത് വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമാണെന്ന രേഖകളിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാകണം മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി തള്ളിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് വരാനിരിക്കുന്നു. മറ്റു ചില സുപ്രധാനമായ വാദങ്ങൾ, അത് രാഷ്ട്രീയമായ ആക്ഷേപം എന്നുള്ള വിജിലൻസിന്റെ മറുവാദത്തിന് അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതി ഉത്തരവിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കും എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമായി മാറും. ഏതായാലും രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു നീക്കമായി കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തടക്കം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടും മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചതടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. പൊതുയോഗങ്ങളിലടക്കം കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ CPM നേതാവ് ശ്രീ AK ബാലൻ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ AK ബാലൻ, വിജിലൻസ് കേസെടുക്കേണ്ടതായ ഒന്നും ഈ കേസിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ആശ്വാസകരമാണ് സർക്കാരിനും പാർട്ടിക്കും? ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് ഉള്ളി പൊളിച്ചതുപോലെയായിരിക്കും. ലാവ്ലിൻ കേസിന്റെ മറ്റൊരു രൂപമായിരുന്നു ഇത്. ഒരു മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ, സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ചിത്രീകരിക്കാൻ പറ്റുമോ, അതിനുള്ള എല്ലാ വഴികളും വളരെ കാലം മുമ്പേ സ്വീകരിച്ചതാണല്ലോ. അതിന്റെ മറ്റൊരു പതിപ്പാണ്. അതിന് കിട്ടിയിട്ടുള്ള ഒരു പ്രതിഫലമാണ്. ഈ കേസ് നിൽക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് എന്തായിരുന്നു പറഞ്ഞത്? ഇതിൽ പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കമ്പനിക്ക് കൊടുത്തു. ഇതിന്റെ ഭാഗമായി കേസ് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് എങ്ങനെയാ കേസ് വന്നത്? ഇങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ലാവ്ലിന്റെ മറ്റൊരു രൂപം. ലാവ്ലിൻ എങ്ങനെയാ വന്നത്? ലാവ്ലിൻ വന്ന എങ്ങനെയായിരുന്നു? വിജിലൻസ് കേസ് എടുത്ത് തള്ളി CBIക്ക് കൊടുത്തു. CBI പറഞ്ഞു ഇതിനകത്ത് യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരു പ്രൈവറ്റ് അന്യായത്തിന്റെ ഭാഗമായിട്ടല്ലേ CBI കേസ് എടുത്തത്. അതിന്റെ ഫലം എന്തായിരുന്നു? അയൽക്കോർട്ട് തള്ളി, ഹൈക്കോടതി തള്ളി. ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ 34 പ്രാവശ്യം മാറ്റിവെച്ച് അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ളത് നിയമപരമായിട്ട് അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം കേട്ടോ. അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതിന് മുഖ്യമന്ത്രി ഒന്നും മറുപടി പറയേണ്ടതില്ല, ഇവിടെയും മറുപടി പറയേണ്ടതില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി ഇതിൽ അഴിമതി ഇല്ല എന്നുള്ളത് ഇപ്പം മാത്രമല്ല പറഞ്ഞത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിനെതിരായി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു, മൂവാറ്റുപുഴ കോടതിന്റെ വിധിക്കെതിരായി. ആ കോടതി നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഇപ്പോ ബന്ധപ്പെട്ട കക്ഷികൾക്ക്. എന്ത് അഴിമതി അതിലുള്ളത്? നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ശിക്ഷിച്ചോട്ടെ. ഇതിന്റെ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ ആരാണോ കുറ്റക്കാർ, ഇതിലൊന്നും ആർക്കും പ്രശ്നമില്ല. പക്ഷേ വിച്ച് ഹണ്ടിങ് അത് പറ്റില്ല പൊതുപ്രവർത്തകർക്ക്. ഈ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ്. അതിലൊരു നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ED ഈ കേസ് ഉപേക്ഷിച്ചിട്ടില്ല. അത് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു വിച്ച് ഹണ്ടിങ് ആണ് എന്നതുകൊണ്ടാണോ EDയും അങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാനിത് പറയാം, ഈ കേന്ദ്ര ഏജൻസികളെല്ലാം ഏകപക്ഷീയമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ അകത്തും കുറച്ച് നല്ല ആൾക്കാരുണ്ടല്ലോ. കസ്റ്റംസിൻ്റെ അകത്തുള്ളത് നമ്മള് സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെടുത്ത ശക്തമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നിഷ്പക്ഷതയുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഭാഗത്തും ഉണ്ട്.
അവരുടെ മനസ്സിൻ്റെ അകത്ത് ഈ ആരെങ്കിലും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളെ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സുള്ള ഉദ്യോഗസ്ഥന്മാരെയൊന്നും കിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര കാലായി ഇന്ന് ഈ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ചെമ്പ്, ഈത്തപ്പഴം, ഖുറാനും പറഞ്ഞ് കുറെ കടന്നു. ഇപ്പോ ഇതും പറഞ്ഞ് നടക്കുകയാണ് ലാവിലും പോലെ തന്നെ. ഇതൊക്കെ പൊതുസമൂഹം തിരിച്ചറിയും. ഉപ്പ് തിന്നവൻ വെള്ളം കൊടുക്കുക, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, ഇപ്പോൾ ഇതിലെ ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ഒക്കെ അന്വേഷണത്തെ താങ്കൾ ഈ കോടതിയുടെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ തള്ളിക്കളയുകയാണോ? അല്ല, ഞാൻ അന്വേഷണം നടക്കട്ടെ എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ വരുന്നതിനേക്കാളും മുമ്പേ ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ? 210 പ്രകാരം പിന്നെ അന്വേഷിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്? അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് SFIOയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു എത്താൻ കാരണം? ഇതെല്ലാം കോടതിയിൽ വരട്ടെ. കോടതിയിൽ നിന്ന് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞല്ലേ 210 ആണ് ഞങ്ങൾ ഇൻവോക്ക് ചെയ്യുന്നത്, 212 ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേസ് കൊടുത്ത ആള് പറഞ്ഞ എന്തായിരുന്നു? 210 വേണ്ട, 212. അപ്പൊ ഹൈക്കോടതി പറഞ്ഞെന്താ? 210 മതി എന്നല്ലേ പറഞ്ഞത്. കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും പിന്നെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഡീലിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ മതി. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നല്ല ഹൈക്കോടതി പറഞ്ഞു. പിന്നെ 212 പോയത് എപ്പോഴായിരുന്നു? എന്തെല്ലാം നാടകം അതിന്റെ ഭാഗമായിട്ട് നടന്നു? ഇതൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ലേന്ന്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോശമായിരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇനി മറുപടിയെ അറിയിക്കാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. പിന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ എ കെ ബാലൻ, താങ്കൾ പറഞ്ഞത് ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും CFIയുടെ അന്വേഷണവും SFIയുടെ അന്വേഷണവും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ അല്ലേ എന്നാണ്? അതെ, മുന്നോട്ട് പോയിക്കോട്ടെ. അതിന് യാതൊരു തകരാറുമില്ല. അതിന് ഞങ്ങൾ ആരും എതിർക്കുന്നുമില്ല. നിയമപരമായിട്ടല്ലേ നമുക്ക് ആളെ പിടിക്കാൻ പറ്റുമെന്ന്. കോടതി എന്ന് പറയുന്നത് നിയമപരമായിട്ട് നോക്കുന്ന ഒരു വേദിയല്ലേ? ജനങ്ങൾക്ക് ആകെ ഒരു വിശ്വാസമുള്ള ഒരു സ്ഥാപനമല്ലേ അത്? അതിന്റെ മുമ്പിൽ നീതി കിട്ടും എന്ന് ബോധ്യമുള്ള ഒരാളും ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടല്ല പുല്ല് വിലയല്ല മുഖ്യമന്ത്രി ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തത്. എന്തെങ്കിലും പ്രതികരിച്ചോ? വരുന്ന വരട്ടെ, അപ്പൊ കാണാം. ലാവ്ലിന്റെ കേസിന്റെ അകത്ത് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, അറിയോ? ലാവ്ലിന്റെ കേസ് നിങ്ങൾ ഓർക്കുന്ന വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. അല്ല, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉമ്മൻചാണ്ടിന്റെ. അതിനുശേഷം CBI തള്ളിയ കേസാണ്. പിന്നീട് ഒരു പ്രൈവറ്റ് അന്യായത്തിന്റെ മുകളിലാണ് ഇത് വന്നത്. എങ്ങനെയാ പ്രൈവറ്റ് അന്യായം വന്നത് എന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഉള്ളി പൊളിച്ചതുപോലെയല്ലേ ഇപ്പൊ കേസ്? ശരി, അതിന്റെ മറ്റൊരു പതിപ്പാണിത്. എല്ലാവർക്കും ഇതൊരു പാഠമായി. ശരി, വളരെയധികം നന്ദി ശ്രീ എ കെ ബാലൻ, താങ്കൾ പ്രതികരിച്ചതിന്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണമില്ല. മാത്യു കൊൾനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. ഈ വാർത്തയും അതിന്റെ അനുബന്ധ പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം നമുക്ക് തിരികെ വരാം. ഇത് CPMനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും രാഷ്ട്രീയമായി അവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് A K ബാലന്റെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും ഈ വാർത്തയിലേക്കും ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും. വളരെ വേഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.